നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആൾക്കൂട്ടത്തെ കണ്ട് ആയുസ് ദീർഘിപ്പിച്ചൊരു നേതാവ്. ആ നേതാവിൻ്റെ അവസാന യാത്രയ്ക്ക് മറ്റു പല ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ക്യൂ പാളയവും കടന്ന് അങ്ങോട്ടേക്ക് നീളുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം VS-ന്റെ പേര് വിളിച്ച മുദ്രാവാക്യം വീണ്ടും മുഴങ്ങിക്കേട്ടൊരു വൈകുന്നേരമാണ്. ഇന്നലെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളി ദർബാർ ഹാളിലും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം വൈകാരികമായിരുന്നു ഇവിടുത്തെ നിമിഷങ്ങൾ. ആളുകൾ ഇങ്ങനെ കാത്തുനിന്ന് അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ചെറിയ പ്രായക്കാരുണ്ട്. ഏതെങ്കിലും തരത്തിൽ VS എന്ന് പറയപ്പെടുന്നയാൾ അദ്ദേഹത്തിന്റെ 6 വർഷത്തെ ഗ്യാപ്പ് ഈ മനുഷ്യരുടെ ഒന്നും മനസ്സിൽ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ഗൗരവമുള്ള രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്ത, ജനകീയ സമരങ്ങളെ അഡ്രസ്സ് ചെയ്ത, മനുഷ്യനെ അഡ്രസ്സ് ചെയ്തൊരു മനുഷ്യനെ അവസാനമായി കാണാനുള്ള ജനങ്ങളുടെ ഒരു തിരക്കാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ക്യൂ പാളയവും കടന്ന് അങ്ങോട്ടേക്ക് നീളുന്നു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിലേക്ക് VS അച്യുതാനന്ദന്റെ അവസാന നിമിഷം കടക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഉണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ചെയ്തു തീർത്ത കാര്യങ്ങൾ. സംസ്ഥാന അന്തിമോപചാരം അർപ്പിക്കാനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ചൊക്കെ നേതാക്കൾ എത്തിച്ചേരുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. തലസ്ഥാനം വിട ചൊല്ലാനൊരുങ്ങുകയാണ് VS അച്യുതാനന്ദൻ എന്ന പ്രിയപ്പെട്ട നേതാവിന്. അദ്ദേഹത്തിന്റെ മൃതദേഹം വിലാപയാത്രയായാകും ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് നാളെ വൈകിട്ട് 3 മണിക്ക് ചുടുകാട്ടിൽ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു നൂറ്റാണ്ടുകാലത്തെ സമരാനുഭവം ഉള്ള നേതാവ് നിശ്ചേതനായി കിടക്കുകയാണ്. പണ്ട് പുന്നപ്ര വയലാർ സമരകാലത്ത് പോലീസ് കാൽപാദത്തിൽ ബയണറ്റ് കുത്തിയിറക്കി ആ കാൽപാദങ്ങളിൽ ഇപ്പോൾ ചെങ്കൊടി പുതച്ച് VS അച്യുതാനന്ദൻ തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുണ്ട്. എപ്പോഴും ജനങ്ങൾ ഊർജമായിരുന്നു VS അച്യുതാനന്ദന്. VS-ന്റെ ഊർജം എന്നുള്ളത് ജനങ്ങളായിരുന്നു. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടമാണ് VS അച്യുതാനന്ദൻ നടത്തിയത്. ആ VS-നെ അവസാനമായി കാണുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ എത്തിച്ചേരുകയാണ്. അവർ പലപ്പോഴും പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രായമുള്ള ആളുകളൊക്കെ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ കാലത്തൊക്കെ എന്താണ് നടന്ന അനീതി എന്നത് അവരെ ഒരുപക്ഷെ ബോധ്യപ്പെടുത്തി കൊടുത്ത നേതാവ് കൂടിയാകാം VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പോരാട്ടം ചെറുപ്പകാലം മുതൽ തന്നെ തുടങ്ങിയതാണ്. ബാല്യകാലം മുതൽ അദ്ദേഹം തുടങ്ങിയ പോരാട്ടമാണ്. ആ പോരാട്ടം അദ്ദേഹം ഏറ്റവും ഒടുക്കം വരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പോരാട്ടങ്ങൾ, പല രീതിയിൽ, പല തലങ്ങളിൽ അദ്ദേഹം അത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. എന്താണ് അനീതി, എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടത് എന്നതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു കരുത്തായി സാധാരണക്കാരായ ജനങ്ങൾക്ക് VS അച്യുതാനന്ദൻ എന്നും അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ VS എന്ന 2 അക്ഷരം നിറഞ്ഞു നിൽക്കുന്നതിന് കാരണവും അതുതന്നെയാണ്. VS അച്യുതാനന്ദന് അന്ത്യയാത്രാമൊഴി ചൊല്ലാൻ എത്തിയിരിക്കുന്നത് ആയിരക്കണക്കിനായ ആളുകളാണ്. ഇന്നലെ അദ്ദേഹത്തെ കണ്ടു മടങ്ങിയവർ വീണ്ടും എത്തുന്നു എന്നതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഏറെ വൈകി വസതിയിലേക്ക് മൃതദേഹം AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. പ്രതീക്ഷിച്ചതിലും വളരെ വൈകിയാണ് വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ 9 മണിയോടെ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരിടം കൂടിയായിരുന്നു അത് എന്നത് നമുക്കറിയാം. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് അദ്ദേഹം ഏറ്റവും അവസാനമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ജനറൽ സെക്രട്ടറിയും ഒപ്പം സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് സമീപമുണ്ട്. കുടുംബാംഗങ്ങളുണ്ട്. വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയും. അത് കിലോമീറ്ററുകളോളം നീളത്തിലുള്ള ക്യൂ ആണ് എന്നതാണ് നമ്മൾ പ്രതിനിധികൾ അവിടെ നിന്ന് നൽകുന്ന വിവരം. എല്ലാവർക്കും അദ്ദേഹത്തെ കാണാനുള്ള അവസരമുണ്ടാകും. നമ്മുടെ പ്രതിനിധികളാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തറിലേക്ക് വീണ്ടും. ഷഫീദ്, ഈ പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി ഒന്ന് വളരെ വേഗം പറയാമോ? അത് പ്രേക്ഷകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ദൃശ്യങ്ങളിൽ കാണുന്നത് വിലാപയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന് ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ബസ്. ആ ബസ്സാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് ദർബാർ ഹാളിലേക്ക് കടക്കുകയാണ്. ഇനി അനുജ ചോദിച്ച വിലാപയാത്രയുടെ വിവരങ്ങൾ, അതായത് ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും വിലാപയാത്ര ആരംഭിക്കുക. തിരുവനന്തപുരത്ത് നഗരത്തിൽ പാളയം, PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്,
പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്ടുറോഡ്, കണിയാപുരം, പള്ളിപ്പുറം വഴി ആ റൂറൽ മേഖലയിലേക്ക് കടക്കും. റൂറൽ മേഖലയിൽ മംഗലപുരം, ചെമ്പകമംഗലം, കോരാണി, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, കച്ചേരിനട, ആലംകോട്, കടുവയിൽ, കല്ലമ്പലം, നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പാട്ടുകോണം, അത് കൊല്ലം ബോർഡറാണ്. അത് കൊല്ലം അതിർത്തിയാണ്. ആ രീതിയിൽ നമുക്കിപ്പോൾ ഇത് ക്രമീകരിക്കുന്നത് ആ രീതിയിലാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ VS-നെ കാണാനെത്തിയ മുന്നമലെ പ്രഭാകരൻ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് VS 20 കൊല്ലക്കാലം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. 2001 മുതൽ. ആദ്യം അദ്ദേഹം മത്സരിക്കുമ്പോൾ വളരെ ചുരുക്കം വോട്ടാണ് കിട്ടിയത്, ഭൂരിപക്ഷം 5000 താഴെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ ജനം ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരവസ്ഥയുണ്ടായി. എന്തായാലും ഒരു പ്രശ്നം മൂപ്പൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിലിടപെട്ട് ചിലപ്പോൾ മാസങ്ങൾ 1-2 മാസം കഴിയുമ്പോഴാണ് വരിക. ആ പ്രശ്നം എന്തായി എന്ന് ഓർമ്മ വെച്ച് ചോദിക്കും. ഇത്രമാത്രം ജനകീയ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ആളൊരു പരുക്കനാണ്, കട്ടി കമ്മ്യൂണിസ്റ്റാണെന്നൊക്കെ പറയും. പക്ഷേ ഇത്രമാത്രം ലോലഹൃദയമുള്ള ഒരു മനുഷ്യൻ, കുട്ടികൾക്ക് പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് VS. ഇത് തന്നെയാണ് VS-നെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ VS-നെ കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത്. അത് പാർട്ടിയുടെ പരുക്കൻ സ്വഭാവം, അച്ചടക്കത്തിൻ്റെ ഒരു കാർക്കശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും VS നിന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിൽ ജനങ്ങളുടെ എല്ലാ ഫീലിങ്സും എല്ലാ ഫേസുകളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് VS-നെ സംബന്ധിച്ച് ഇത്രയധികം ജനകീയൻ, അതല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളർ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ VS-ന് വേണ്ടി 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ നഗരങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു മുദ്രാവാക്യം ഉയരുമ്പോൾ ആ മുദ്രാവാക്യത്തിൻ്റെ വൈകാരികത നമ്മൾ കണ്ടതാണ് ഇന്നലെ AKG സെന്ററിൽ, പട്ടം SUT ആശുപത്രിയിൽ. അതിനൊക്കെ ശേഷം വേലിക്കകത്തെ വീട്ടിൽ നിന്നും VS-നെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം, അദ്ദേഹം മുഖ്യമന്ത്രിയായി ജനങ്ങൾക്ക് പട്ടയം കൊടുത്തവർ, അതേപോലെ തന്നെ അദ്ദേഹം വീട് നൽകിയവർ, അങ്ങനെ സാധാരണക്കാർ കാണാനെത്തുമ്പോൾ VS കാട്ടി ഒരുതരം ലാളിത്യം ഉണ്ടായിരുന്നു. അതടക്കമുള്ള ഒരിതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൗഡ് പുള്ളർ, അത് പാർട്ടിയെ പോലും ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ VS-നെ അവസാനം അദ്ദേഹത്തിൻ്റെ പൊതുചടങ്ങായിട്ടുള്ള വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലെ കൺവെൻഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ VS അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു തലമുറയ്ക്ക് മാത്രമല്ല, പല തലമുറയ്ക്ക് VS പ്രിയപ്പെട്ടയാളായി മാറി എന്നുള്ളതാണ്. ഈ ക്യൂവിൽ, ഈ വരിയിൽ കാണുന്ന മണിക്കൂറുകൾ കാത്തു നിന്ന് ഈ വരിയിൽ കാണുന്ന ആൾക്കൂട്ടം, അവരൊക്കെ പല തലമുറയിൽപ്പെട്ടവരാണ്, പല വിഭാഗത്തിൽപ്പെട്ടവരാണ്, പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടതാണ്. പക്ഷേ VS എന്നാൽ ഒരു പ്രതീകം, അത് VS ശരി എന്നുള്ളൊരു പ്രതീക സ്വഭാവം അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു.